രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ലൈംഗികാരോപണ വിവാദം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. തുടക്കത്തിൽ നേരിട്ട് പരാതി ലഭിക്കാതെ മൂന്നാം കക്ഷികളുടെ പരാതിയിൽ അന്വേഷണം തുടങ്ങിയ ക്രൈംബ്രാഞ്ച് സംഘം പുതിയ നീക്കങ്ങൾ നടത്തുന്നു. എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റ്യൻ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിന് നിർണായകമായ ചില വിവരങ്ങൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. ഇത് മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് കുരുക്കാകുന്ന കണ്ടെത്തലുകളാണ് എന്നാണ് വിവരം. അതും കൂടുതൽ ഗൗരവതരമായ ചില കണ്ടെത്തലുകളാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയിരിക്കുന്നത്. 2 യുവതികൾ ഗർഭഛിദ്രം നടത്തിയെന്നും അതിൽ ഒരാൾ കേരളത്തിന് പുറത്താണ് ഗർഭഛിദ്രം നടത്തിയത് എന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇതിൽ ഒരാളുടെ ശബ്ദരേഖ മാത്രമാണ് പുറത്തു വന്നത്. ഇക്കാര്യം തെളിയിക്കപ്പെട്ടാൽ അത് രാഹുലിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും. അതോടൊപ്പം ഈ മാസം നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ രാഹുൽ സഭയിലെത്തുമോ, എത്തിയാൽ തന്നെ ഭരണപക്ഷം അതിനെ ഏത് രീതിയിലായിരിക്കും നേരിടുക, കോൺഗ്രസും UDFും ഏത് രീതിയിലായിരിക്കും അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും വരും ദിവസങ്ങളിൽ കേരളം കാത്തിരിക്കുന്ന സംഭവ വികാസങ്ങളാണ്. പ്രത്യേകിച്ച് രാഹുലിന് സഭയിൽ വരാൻ തടസ്സമില്ല എന്ന സ്പീക്കർ AN ഷംസീറിന്റെ വാക്കുകളും സഭയിൽ വരുന്നത് അദ്ദേഹത്തിന്റെ അവകാശമാണ് എന്ന കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളും ഇതോടൊപ്പം ചേർത്ത് വായിക്കുകയും വേണം. അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൻ്റെത്. 2 യുവതികൾക്ക് സമാനമായ ദുരനുഭവം നേരിട്ടുവെന്നും അവർ 2 പേരും ഒരേ തൊഴിൽ മേഖലയിൽ നിന്നുള്ളവരാണ് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവരും ഗർഭഛിദ്രവും നടത്തിയെന്ന് തെളിയിക്കാൻ ഗർഭഛിദ്രം നടത്തിയതടക്കമുള്ള ആശുപത്രി രേഖകളടക്കം ശേഖരിച്ചു. പക്ഷേ ഇനി മുന്നോട്ടു പോകാൻ ശക്തമായ മൊഴിയാണ് ആവശ്യം. മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങളും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. എന്നാൽ ഇവരിൽ ഒരാളുടെ മാത്രമാണ് ശബ്ദരേഖ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുള്ളത്. ഇവരാകട്ടെ മൊഴി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി മൊഴി നൽകുമോ എന്നതും കണ്ടറിയണം. ഇത് അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് അറിയേണ്ടത്. പരാതി നൽകാതിരിക്കാൻ 2 യുവതികൾക്കുമേൽ ശക്തമായ സമ്മർദ്ദമുണ്ട് എന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഏത് കോണിൽ നിന്നാണ് സമ്മർദ്ദമെന്ന് കണ്ടെത്തി അവരിലേക്ക് കൂടി അന്വേഷണം നീളാനും സാധ്യതയുണ്ട്. ഇനി ഇവർ അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ നിയമോപദേശം തേടാനാണ് തീരുമാനം. രാഹുലിനെ നിയമസഭയിലെത്തിക്കാൻ പ്രതിപക്ഷവും അതിനെ നേരിടാൻ ഭരണപക്ഷവും തയ്യാറെടുക്കുന്നുണ്ട്. ഇവയെല്ലാം ഇത്തവണ നിയമസഭയെ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പരാതികളും അന്വേഷണങ്ങളുമായി സമ്മർദ്ദത്തിലായ രാഹുൽ നിയമസഭയിൽ എത്തുമോ എന്ന കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാഹുലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒപ്പം പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെങ്കിലും സഭയിലെത്തുക എന്നതും സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നതും അദ്ദേഹത്തിന്റെ അവകാശമാണ് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം ആരോപണ വിധേയനായ രാഹുൽ സഭയിലെത്തിയാൽ പ്രതിഷേധമുണ്ടാകും. പക്ഷേ രാഹുലിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവർ ഭരണപക്ഷത്തുണ്ട് എന്ന വാദവുമായാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതിരോധം തീർക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭയിൽ എത്തുന്നതിന് തടസ്സമില്ല എന്ന് സ്പീക്കർ AN ഷംസീർ കഴിഞ്ഞ ദിവസം നിലപാട് അറിയിച്ചു. നിലവിൽ രാഹുൽ ഏതെങ്കിലും കേസിൽ പ്രതിയാണ് എന്ന റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് സ്പീക്കർ നൽകുന്ന വിശദീകരണം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ കേസിന്റെ വിവരം നിയമസഭാ സ്പീക്കറെ അറിയിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിയാണ് എന്ന തരത്തിൽ റിപ്പോർട്ട് ലഭിച്ചാൽ സ്പീക്കർ രാഹുൽ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് കണ്ടറിയണം. രാഹുലിനെതിരെ ആരും നേരിട്ട് പരാതി നൽകിയിട്ടില്ല എന്നും അതിനാൽ തന്നെ മറ്റു നിയമ നടപടികൾക്ക് ഒരു സാധ്യതയുമില്ല എന്നാണ് കോൺഗ്രസിന്റെ വാദം. പക്ഷേ രാഹുലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഗുരുതരമായ കണ്ടെത്തലുകൾ ക്രൈംബ്രാഞ്ച് സംഘം നടത്തുകയും ഇവ ക്രോഡീകരിച്ച് രാഹുലിനെ പ്രതിയാക്കിയ വിവരം സ്പീക്കറെ അറിയിക്കുകയും ചെയ്താൽ രാഹുലിന് സഭയിലെത്താനാകുമോ എന്നുള്ളതും കണ്ടറിയണം. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ ഇനി അന്വേഷണ സംഘം നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയേക്കുമെന്നും വിവരമുണ്ട്. 2 യുവതികൾ ഗർഭഛിദ്രം നടത്തിയെന്ന് വ്യക്തമാകുകയും അവരിൽ ഒരാളുടെ ശബ്ദരേഖ പുറത്തു വരികയും ചെയ്ത സാഹചര്യത്തിൽ ആരോപണമുന്നയിച്ച സ്ത്രീകളെ കണ്ടെത്തി മൊഴിയെടുക്കാനും അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട്. പരാതി ഉന്നയിച്ച യുവതികളോ ഗർഭഛിദ്രം നടത്തിയെന്ന് പറയപ്പെടുന്നവരോ ഇതുവരെ നേരിട്ട് പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ നിർബന്ധിത ഗർഭഛിദ്രത്തിൽ കേസെടുക്കുന്നതിന് നിയമപരമായ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ പരാതിക്കാരെ കണ്ടെത്തി പരാതി നൽകാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കണം. പരാതി ഇല്ല എങ്കിൽ അക്കാര്യം എഴുതി വാങ്ങി അന്വേഷണം അവസാനിപ്പിക്കാനും നീക്കമുണ്ട്. പുറത്തു വന്ന ശബ്ദ സന്ദേശം രാഹുലിന്റേതാണ് എന്ന് തെളിയിക്കണം. അതിന് ശാസ്ത്രീയ പരിശോധന നടത്താനുമാണ് നീക്കം. അതേസമയം
രാഹുലിനെതിരെ സഭയ്ക്ക് പുറത്ത് ഇടത് സംഘടനകളും BJP നടത്തുന്ന സമരങ്ങളുടെ ധാർമ്മികതയും പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ആരോപണ വിധേയരായിട്ടും ഇപ്പോഴും സഭയിലുള്ള മുകേഷ് MLA-യുടെയും മന്ത്രി ഗണേഷ് കുമാറിന്റെയും കേസുകൾ മുൻനിർത്തിയാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തെ നേരിടുന്നത്. ഒപ്പം പാലക്കാട്ട് രാഹുലിനെതിരായ പ്രക്ഷോഭത്തിന് മുൻനിരയിൽ നിൽക്കുന്ന C. കൃഷ്ണകുമാറിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതി മുൻനിർത്തി BJP-യെയും പ്രതിപക്ഷം പ്രതിരോധത്തിലാക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം പുതിയ തലങ്ങളിലേക്ക് നീങ്ങും. ദുരനുഭവമുണ്ടായെന്ന യുവനടി റിനി ആൻ ജോർജിന്റെ വെളിപ്പെടുത്തലിനൊപ്പം പല കോണിൽ നിന്നും സമാന ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കടുത്ത എതിർപ്പുയർന്നതോടെ AICC നേതൃത്വം രാഹുലിന്റെ രാജി ആവശ്യപ്പെടുകയായിരുന്നു. പാലക്കാട്ട് MLA സ്ഥാനം രാജിവെക്കാൻ പാർട്ടിക്ക് അകത്തും പുറത്തും സമ്മർദ്ദമുണ്ടെങ്കിലും തൽക്കാലം അത് വേണ്ട എന്ന നിലപാടിലാണ് പാർട്ടി.